2025 എല്ലാ ഒക്ടോബർ മാസവും പ്രഖ്യാപിക്കാറുള്ളതുപോലെ ഈ വർഷത്തെയും നോബൽ പ്രൈസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ ഫിസിക്സിൻ്റെ ഫീൽഡിൽ ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരു നേട്ടത്തിനാണ് ഇത്തവണ നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്നത്. അതായത് ക്വാണ്ടം ടണലിംഗ്. ക്വാണ്ടം ടണലിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കത്രയ്ക്ക് അങ്ങ് പിടികിട്ടത്തില്ല. പക്ഷേ ഒന്നും കൂടി പറഞ്ഞെന്നാൽ ഈ ക്വാണ്ടം ടണലിംഗ് എന്ന പരിപാടിയിലൂടെ നമ്മുടെ ഫിസിക്സ് നേരിടുന്ന ഏറ്റവും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന മേഖലകളിലേക്ക് ഫിസിക്സ് നേരിട്ടുകൊണ്ടിരുന്ന എല്ലാ പരിമിതികളെയും മാറ്റുന്നതിൻ്റെ ഒരു പടിയാണ്. അതായത് ഏറ്റവും സൂക്ഷ്മ അണുക്കളായ, അതായത് ഒരു ആറ്റോമിക് ലെവലിലും അല്ലെങ്കിൽ സബ് ആറ്റോമിക് ലെവലിലുള്ള പഠനങ്ങളും സ്റ്റഡികളുമാണ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ക്വാണ്ടം ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പം എന്താണതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ മുതലായ കാര്യങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഘടനാപരമായ പ്രത്യേകതകളെക്കുറിച്ചുള്ള പഠനങ്ങളും അവരുടെ രീതികളുമൊക്കെയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ പരിമിതി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനോ മനുഷ്യൻ്റെ ലോജിക്ക് കൊണ്ട് മനസ്സിലാക്കാനോ പറ്റാത്ത അതിസൂക്ഷ്മ മേഖലകളാണ്. അതായത് ഇവിടെ നടക്കുന്ന ഒരു കാര്യവും മനുഷ്യൻ്റെ ലോജിക്ക് ആൻഡ് റീസണിങ്, അതായത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്നതല്ല. അത് തന്നെയാണ് ഈ ക്വാണ്ടം ടണലിങ്ങിലും കാണിച്ചു വന്നിരിക്കുന്നത്. പക്ഷേ ക്വാണ്ടം ടണലിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു വ്യത്യസ്തത എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസിക്കൽ ഐഡിയോളജീനെയും ക്വാണ്ടം ഐഡിയോളജീനെയും തമ്മിൽ കൂട്ടിയിണക്കുന്ന ഒരു കണിക ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അതായത് ക്വാണ്ടം ഫീൽഡിൽ എന്താണ് നടക്കുന്നത് എന്ന് മനുഷ്യന് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു ഇതുവരെ എങ്കിൽ ആ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനും കാണാനും പറ്റുന്ന ഒരു രീതിയിലേക്ക് ഒരു മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ഈ ക്വാണ്ടം ടണലിങ്ങിന് ഫിസിക്സിൻ്റെ നോബൽ പ്രൈസ് കൊടുത്തുകൊണ്ട് ലോകം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് എന്താണ് ഇവിടെ നടക്കുന്നത്? ക്വാണ്ടം ടണലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് ഒരു ചെറിയ ബാരിയറുണ്ട്. അതായത് നമ്മുടെ ഒരു ഇലക്ട്രിക് വയർ, ജസ്റ്റ് എക്സാമ്പിൾ എടുക്കാം. ഈ ഇലക്ട്രിക് വയറിൽ ഇലക്ട്രോൺസുകൾ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഒരു ബൾബ് തെളിയുന്നത്. പക്ഷേ ഇലക്ട്രോൺസ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? അത് അൺകൺട്രോൾഡാണ്. അതായത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിടെ കൂട്ടിയിടിച്ച് കുറേ ലോസുകൾ ഉണ്ടാക്കിയാണ് ആ ട്രാവലിങ്. ഇതേ രീതിയിൽ തന്നെ അതിനെ ഒരു സൂപ്പർ കണ്ടക്ടറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ, അതായത് സൂപ്പർ കണ്ടക്ടർ മേഖലകളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ, അതായത് ഈ ഇലക്ട്രോണുകളുടെ ചലനത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് പിന്നെയും കൂടും. കാരണം തടസ്സങ്ങൾ കുറഞ്ഞു. എന്നാൽ ഇതിനെ -272 ഡിഗ്രി സെൽഷ്യസിലേക്ക് താത്തിക്കഴിഞ്ഞാൽ ഇത് സൂപ്പർ കണ്ടക്ടറായി. അതായത് ഇതിലെ ഇലക്ട്രോൺസുകളൊന്നും മൂവ് ചെയ്യത്തില്ല. പകരം ഇതെല്ലാം ജോയിൻ്റായിട്ട് ഒറ്റ വയർ പോലെ പ്രവർത്തിക്കും. അപ്പം ഇതിലൂടെ എനർജി ലോസ് ഉണ്ടാകത്തില്ല. അതായത് ഈ ഇത്രയും തണുപ്പിൽ അല്ലെങ്കിൽ -270 അല്ലെങ്കിൽ 73 എന്ന ആ ടെമ്പറേച്ചറിലിരിക്കുമ്പം ഇതിനകത്തെ ഒരു ഇലക്ട്രോൺസിനും അനക്കമില്ലാതെ ഇതിന് ഒരു ഡിസ്ട്രാക്ഷനും ഉണ്ടാകാതെ എല്ലാ കാര്യങ്ങളെയും ഒരു എനർജി ലോസും ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇതിലെ എനർജീനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാലകമായിട്ടത് പ്രവർത്തിക്കും. പക്ഷേ അതിൻ്റെ പരിമിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ടെമ്പറേച്ചർ താത്തിയാൽ മാത്രമേ ഈ സിറ്റുവേഷൻ ക്വാണ്ടം ഫീൽഡ് എന്ന ഒരു സാങ്കേതിക മേഖലകളിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇനി അവിടെ എത്തിയാലുള്ള അതിൻ്റെ ഒരു തടസ്സങ്ങളിൽ ഒന്നാണ് നമുക്ക് ഈ ടണലിംഗ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇവിടെ എത്തിയാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നതിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ റെപ്രസെൻറ്റേഷനാണ്, അതിനെ അസസ് ചെയ്യാനുള്ള ഒരു ആർട്ടിഫിഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് യൂണിറ്റാണ് ഈ ഡെവലപ്പ് ചെയ്തേക്കുന്ന ടെക്നോളജി. അപ്പം ഇവിടെ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ ജോസഫ്സൺ ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഫീൽഡുണ്ട്.
അതായത് രണ്ട് സ്ഥലങ്ങൾ, രണ്ട് ഈ വൈദ്യുതിനെ കടത്തിവിടുന്ന രണ്ട് ചാലകങ്ങൾ, ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് ഒരു ചെറിയ ഇൻസുലേറ്റർ അല്ലെങ്കിൽ വൈദ്യുതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാത്ത ഒരു ഫീൽഡ്, ഒരു പ്രിവെൻറ്റീവ് മേഖല, അതിന് പറയുന്ന പേരാണ് ജോസഫ്സൺ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ആ മേഖല അവിടെ നിൽക്കുമ്പം എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനെ പ്രിവെൻറ്റ് ചെയ്ത്, ഇതിനെ ക്രോസ് ചെയ്ത് വൈദ്യുതിക്ക് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇലക്ട്രോണുകൾക്ക് പോകാൻ പറ്റത്തില്ല. അതാണ് ക്ലാസിക്കൽ ഫിസിക്സ്. നമുക്ക് ആ ആശയം പെട്ടെന്ന് മനസ്സിലാവും. ഒരു ബോൾ എടുത്ത് ഒരു ഭിത്തിയിലേക്ക് എറിഞ്ഞാൽ ഒരു കാരണവശാലും ഭിത്തി തട്ടിയിട്ട് തിരിച്ചു വരുവുള്ളൂ, അത് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യത്തില്ല. അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാത്തതിൻ്റെ കാരണം ആ ഭിത്തിക്ക് ഒരു പ്രിവെൻഷൻ ഉള്ളതുകൊണ്ടാണ്, അതിനെ അപ്പുറത്തോട്ട് കടത്തിവിടത്തില്ല. എന്നാൽ ഇലക്ട്രോണുകൾക്ക് അങ്ങനെ കടന്നു പോകാനുള്ള ഒരു ശേഷിയുണ്ട്. അതായത് ഈ പ്രിവെൻഷനെ അതിജീവിച്ച് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രിവെൻഷനെ അതിജീവിച്ച് കടന്നു പോകാനുള്ള ഒരു ശേഷി ഇതിനുണ്ട്. ആ ശേഷീനെ ഗ്രാഫിക്കലായിട്ട് മനുഷ്യന് കാണാൻ പറ്റുന്ന, മൈക്രോസ്കോപ്പിക്കലായിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്രതലത്തിൽ അവതരിപ്പിച്ചു എന്നതാണ് ഇത്തവണത്തെ നോബൽ പ്രൈസിൻ്റെ പ്രത്യേകത. ഇതാണ് ഒരു ചിപ്പിനകത്ത് ഇതിനെ ഒതുക്കി. ഈ ചിപ്പിലേക്ക് ഇത്ര ഡിഗ്രി ടെമ്പറേച്ചറിലേക്ക് താത്തിയിട്ട് ഇതിൽ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രിവെൻഷനെ അതിജീവിച്ച് ഇലക്ട്രോൺസുകൾ പാസ് ചെയ്ത് ലൈറ്റ് കത്തിക്കും. ഈ പ്രിവെൻഷൻ ഉണ്ടെങ്കിൽ ഈ പ്രിവെൻഷനെ മറികടക്കുന്നത് എങ്ങനെയാണ്? ഇത് കാണാൻ പറ്റുന്ന ഒരു രീതിയിലല്ല, ഇത് എക്സ്പീരിയൻസ് ചെയ്യുക ചെയ്യുന്നത്. അതായത് ഒരു പ്രിവെൻഷൻ്റെ ഇപ്പറേ കൊണ്ടുപോയി ഈ നമ്മുടെ കയ്യിലുള്ള എല്ലാ പാർട്ടിക്കിൾസിനകത്തും, എല്ലാ ആറ്റംസിനകത്തും എങ്ങനെയൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ടോ അതേ പാർട്ടിക്കിൾസ് ഒരു വേവ്സ് ആയിട്ടും ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു വേവ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഒരു മതിലിൻ്റെ ഇപ്പറേ നിന്ന് ഒരു വ്യക്തിയെ നമുക്ക് അപ്പുറേ കാണാൻ പറ്റുന്നില്ല എങ്കിലും ഇപ്പറേ നിന്ന് നമ്മൾ സംസാരിച്ചാൽ ആ ശബ്ദത്തിന് അപ്പുറേ കേൾക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് കേൾക്കാൻ പറ്റുന്നത്? ശബ്ദം എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾസ് അല്ല, ഒരു വേവ്സ് ആണ്. ഇത് തന്നെയാണ് ഇതിൻ്റെയും അടിസ്ഥാനം. വേവ്സുകളിലൂടെ എനർജിക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകാൻ പറ്റുന്നു എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഈ കണ്ടുപിടുത്തത്തെ ഒരു ചിപ്പിൽ ഒതുക്കി മനുഷ്യന് കാണാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരു രീതിയിൽ അവതരിപ്പിച്ചു എന്നതിൻ്റെ പേരിലാണ് ഈ 3 പേർക്കും അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതിലൊരാൾ തിയറി ഉണ്ടാക്കിയതാണ്, രണ്ടാമത്തെ ആൾ അതിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ്റെ തിയറി ഉണ്ടാക്കിയതാണ്, മൂന്നാമത്തെ ആൾ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തയാളാണ്, അതിനെ പ്രാക്ടിക്കലായിട്ട് അവതരിപ്പിച്ചയാളാണ്. ഏതാണ്ട് 40 വർഷത്തോളം പല സയൻറ്റിസ്റ്റുകൾ പല ഫീൽഡിൽ നിന്ന് നിരന്തരമായി പരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്വാണ്ടം ഫീൽഡിൽ മാത്രം നടക്കാൻ പറ്റും, മനുഷ്യൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റുന്ന ഒരു ഫീൽഡിലേക്ക് വരാൻ പറ്റത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചൊരു കാര്യത്തിനാണ് ഇവിടെ പോസിബിലിറ്റി കിട്ടിയേക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന മേഖലകളിലേക്ക് മനുഷ്യൻ ഒരു ചുവടും കൂടി കയറ്റി വയ്ക്കുക ചെയ്തേക്കുന്നത്. അതായത് ക്ലാസിക്കൽ ഫീൽഡിന് പറ്റത്തില്ല, അതായത് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തെയാണ് ഇവിടെ ബില്യൺസ് ഓഫ് ഇലക്ട്രോൺസുകളെ കൂട്ടിച്ചേർത്ത് ഇങ്ങനെയൊരു ഫീൽഡ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇതാണ് ഈ പ്രാവശ്യം കിട്ടിയ ഫിസിക്സിൻ്റെ അവാർഡ്. താങ്ക് യു.